പാലക്കാട് ജില്ലാ ബി.ജെ.പി. അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ്. നമസ്കാരം. ഇവിടുത്തെ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ മുൻപുണ്ടായിരുന്ന എം.എൽ.എക്കും ഇപ്പോഴുണ്ടായിരുന്ന എം.എൽ.എക്കൊക്കെ സാധിക്കുന്നു. ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞൊരു വാചകമുണ്ട്, പാലക്കാട്ടുകാർക്ക് ഇനി തല കുനിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. തല കുനിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല, പക്ഷെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുത്തി വെച്ചിരിക്കുന്നത്. ഈ പാലക്കാട്ടുകാർക്ക് ചെയ്തു കൊടുത്ത ഏതെങ്കിലും ഒരു സിംഗിൾ പ്രൊജക്ട് അദ്ദേഹത്തിന് കാണിച്ചു തരാനായിട്ട് സാധിക്കും. അദ്ദേഹം ചെയ്ത പ്രൊജക്ടുകൾ മറ്റു പലതും ഉണ്ട്, അത് പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം അത് പുറത്തു പറയാൻ പറ്റാത്ത പ്രൊജക്ടുകളാണ് അദ്ദേഹം പലതും ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ് സിനിമയിൽ ശ്രീനിവാസിനെ എങ്ങനെയാണോ വെളുപ്പിക്കാൻ ശ്രമിച്ചത്, അതിന്റെ 10 ഇരട്ടിയിലധികമായിട്ടാണ് ഇവിടെ വെളുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അദ്ദേഹത്തിനെ. ഒരു വേളയിൽ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ മുന്നിലേക്ക് എങ്ങാനും പ്രതിഷേധമായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കായികപരമായി നേരിടും. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സജ്ജം ആയി കഴിഞ്ഞോ ബി.ജെ.പി.? കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ ശബരിമല കൊള്ള ഉൾപ്പെടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലേ അത് കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കന്മാർ മുഴുവൻ ചോദ്യമുനയുടെ മുൻപിൽ നിൽക്കും. യുവ നേതാവ് എന്ന നിലയിലേക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റാവുന്ന രീതിയിൽ പാലക്കാടിനെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് വലിയ ശ്രമങ്ങളുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭ മൂന്നാമതും പിടിച്ചെടുത്ത ആവേശത്തിലാണ് ബി.ജെ.പി. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ ഒരുങ്ങുന്നത്. ഈ അവസരത്തിൽ എന്നോടൊപ്പം ഉള്ളത് പാലക്കാട് ജില്ലാ ബി.ജെ.പി. അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ്. നമസ്കാരം. നമസ്കാരം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം പല സ്ഥലങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നോക്കുകയാണെങ്കിലും ഇപ്പൊ പാലക്കാട് മൂന്നാം തവണയാണ് ബി.ജെ.പി. വരുന്നത്. തിരുവനന്തപുരത്ത് ആദ്യമായി നമുക്ക് സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് ഒരു മേയർ ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നൊരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതിന്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരും ഉള്ളത്. എങ്ങനെയാണ് നേരിടാൻ വേണ്ടി, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സജ്ജം ആയി കഴിഞ്ഞോ ബി.ജെ.പി? ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, 365 ദിവസവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. എല്ലാ മാസങ്ങളിലും വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് കേരളത്തിലെ ബി.ജെ.പി. വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിൽ മൂന്നാമത്തെ തവണയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെയാണ് അധികാരത്തിലുള്ളത്. അപ്പൊ നമ്മൾ എല്ലാ കാലത്തും പറയാറുണ്ട്, ചാമ്പ്യൻ ആവുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുക എന്നുള്ളതെന്ന് പറയുന്നത്. 2015 ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പാലക്കാട് അധികാരത്തിൽ വന്നു. 2020 ഞങ്ങൾ ഭരണം നിലനിർത്തി. 2025 പാലക്കാട്ടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെയാണ്. മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പാലക്കാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ചില്ലറ പണിയൊന്നുമല്ല, താങ്കള് വന്ന സമയത്ത് തന്നെ കിട്ടിയതല്ലേ? അല്ല, ഇവിടെ ഞാൻ അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഞാനൊരു ജില്ലാ അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തത് കഴിഞ്ഞ ജാനുവരി 27-നാണ് 2025. ഞാൻ ഈ ചുമതലയുമായി ബന്ധപ്പെട്ടൊന്ന് സെറ്റാവാനുള്ള സമയത്തിനിടെ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ലോക്കൽ ബോഡി ഇലക്ഷൻ നേരിടേണ്ടി വരുന്നുണ്ട്. നിയമസഭ അത് കഴിയുന്ന ഉടനടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രത്യേകിച്ച് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമല്ല. കാരണം ഇത് എല്ലാം ചെയ്യുന്നത് ഒരു ടീമായിട്ടാണ്. അധ്യക്ഷൻ ആര് വരുന്നോ അത് അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഈ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഒരാൾ എന്നത് മാത്രമാണ്. ബാക്കിയെല്ലാം ഒരു ടീമായി ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അതിനകത്ത് വലിയ ബുദ്ധിമുട്ടോ ബർഡനോ വരുന്നൊരു ആവശ്യമില്ല. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയുടെ തന്നെ എ ക്ലാസ് മണ്ഡലങ്ങളായ പാലക്കാടുണ്ട്, അതോടൊപ്പം തന്നെ മലമ്പുഴയുണ്ട്, അങ്ങനെ മറ്റ് പല മണ്ഡലങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇവിടെയൊക്കെ ഇത്തവണ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കൊണ്ടുവരും. ഇപ്പോൾ പാലക്കാട് താങ്കളുടെ പേര് കേൾക്കുന്നുണ്ട്, അങ്ങനെ പല ആവശ്യങ്ങളും ഉണ്ട്, പാർട്ടി തന്നെ ആവശ്യപ്പെടുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് പാലക്കാട് ജില്ലയ്ക്കകത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കും. അത് വെറുതെ പറയുന്നതല്ല. കേരളം മുഴുവൻ
വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന്റെ സൂചന നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലവിലെ സംസ്ഥാനത്ത് ഭരിക്കുന്നത് അവരൊരു കോർപ്പറേഷനാണ്. BJP ഭരിക്കുന്നതും ഒരു കോർപ്പറേഷൻ. അവർക്ക് നിലവിലൊരു MP ഉണ്ട്, BJPക്ക് നിലവിലൊരു MP ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ വ്യക്തമായി 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നുണ്ട്. അത്രത്തോളം മണ്ഡലങ്ങളിൽ തന്നെ 2ാം സ്ഥാനത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് BJPക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണത്. BJPക്ക് വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്നതിനേക്കാൾ ഉപരി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ ശബരിമല കൊള്ള ഉൾപ്പെടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലേ അത് കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കന്മാർ മുഴുവൻ ചോദ്യമുനയുടെ മുൻപിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായി വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുവാനുള്ള ആർജവം കോൺഗ്രസിനോ CPM-നോ ഇല്ല. അവിടെയാണ് ഒരു ബദൽ എന്നുള്ള രീതിയിൽ ഒരു വികസനത്തിന്റെ രാഷ്ട്രീയവുമായി ഒരു സുരക്ഷിതമായ വിശ്വാസ സംരക്ഷണത്തിലൂന്നിയ ഒരു വികസിത കേരളം എന്ന ലക്ഷ്യവുമായി ഭാരതീയ ജനതാ പാർട്ടി വരുന്നത്. അതിന്റെ ഭാഗമായി പാലക്കാടും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് പാർട്ടിക്ക് സാധിക്കും. പിന്നെ ആര് സ്ഥാനാർത്ഥിയായി വന്നാലും അതിനകത്ത് സ്ഥാനാർത്ഥി X or Y എന്നുള്ളത് വിഷയമേ അല്ല. ശക്തനാണോ ദുർബലാണോ എന്നല്ല. 140 മണ്ഡലങ്ങളിലും വളരെ ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുൻകാലഘട്ടങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും വളരെ പ്രബലമായ ഒരു നിര തന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത്തവണ പാലക്കാട് ജില്ലയിലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും യാതൊരുവിധ തർക്കമില്ല. മലമ്പുഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാ? മലമ്പുഴ മണ്ഡലത്തിൽ നമ്മൾ 2016 മുതലുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 5000 വോട്ടുണ്ടായിരുന്ന 2011 5000-ൽ താഴെ 10,000 വോട്ട് 5 വോട്ട് തികച്ചില്ലാതിരുന്ന പാർട്ടിയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി. പക്ഷെ 2016 തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായത്. ഏതാണ്ട് 50,000-അടുത്ത് വോട്ട് എത്തുന്നു. 2021 അതേ വോട്ട് ഷെയർ നിലനിർത്താനായിട്ട് സാധിക്കുന്നു. ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് 35 വർഷത്തെ CPM-ന്റെ ദുർഭരണത്തിന് വിരാമം ഇട്ടുകൊണ്ട് മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ അകത്തേത്ര പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നു. ഇതുവരെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു തവണ പോലും BJPയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കാതിരുന്ന കുടുംബ പഞ്ചായത്തിൽ ഇത്തവണ 3 വാർഡിൽ ജയിക്കുന്നു. അവിടെ തന്നെ 3 വാർഡിൽ 8 വോട്ടിന് 30 വോട്ടിന് 16 വോട്ടിന് 50 വോട്ട് എന്നുള്ള ചെറിയ വ്യത്യാസത്തിൽ 3-4 വാർഡുകൾ പരാജയപ്പെടുന്നു. അങ്ങനെ കുടുംബ പഞ്ചായത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. മലമ്പുഴ നിയോജക മണ്ഡലത്തിന്റെ ഹൃദയഭാഗമായ മലമ്പുഴ പഞ്ചായത്തിൽ ഭരിക്കുന്ന LDF-ന് 6 സീറ്റ്, 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BJPക്ക് 5 സീറ്റാണ് ഉള്ളത്. അതിൽ തന്നെ ഒരു വാർഡില് CPM ജയിച്ചിരിക്കുന്ന കേവലം 6 വോട്ടിനാണ്. അവിടെ പരാജയപ്പെട്ട BJPയാണ്. ആ 6 വോട്ടിന് BJP അവിടെ വിജയിച്ചിരുന്നുവെങ്കിൽ 6 സീറ്റുകളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മലമ്പുഴ പഞ്ചായത്തിൽ വന്നിട്ടുണ്ടോ. അങ്ങനെ മുണ്ടൂർ മുതൽ വാളയാർ വരെ നീണ്ടു കിടക്കുന്ന മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും. ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ സമയത്തും BJPക്ക് വലിയ സീറ്റുകളുടെ എണ്ണത്തിലാണെങ്കിലും പഞ്ചായത്ത് ഭരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ കുതിപ്പ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. പാലക്കാട് ഇപ്പോൾ MLA കോൺഗ്രസിനായിരുന്നു. കുറച്ച് നാളുകളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. ഇവിടുത്തെ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ മുൻപുണ്ടായിരുന്ന MLAക്കും ഇപ്പോഴുണ്ടായിരുന്ന MLAക്കൊക്കെ സാധിക്കുന്നുണ്ടോ? ഇവിടെ പാലക്കാട്ടെ ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മുഴുവൻ ആളുകളും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ നിയമസഭാ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നിരുന്ന സമയത്ത് അന്നത്തെ പാലക്കാടിൽ നിന്ന് വിജയിച്ചു പോയിട്ടുണ്ടായിരുന്ന MLAയും ആ സമയത്തുള്ള വടകര MP-യുമായിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞൊരു വാചകമുണ്ട്. പാലക്കാട്ടുകാർക്ക് ഇനി തല കുനിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. തല കുനിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല, പക്ഷെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുത്തി വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാലക്കാട്ടുകാരുടെ മേലെ അടിച്ചേൽപ്പിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പില് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് മത്സരിച്ച് വിജയിച്ച് കയറുന്നു. അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാനായി വടകരയിലോട്ട് പോകുന്നു. അതിനുശേഷം ഏതാണ്ട് 6 മാസക്കാലത്തോളം പാലക്കാട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും ഏകോപിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരാള് ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു, വിജയിച്ച് കയറുന്നു. തികച്ച് 3-4 മാസം അദ്ദേഹം MLA ആയി തുടരുന്ന സമയമാകുമ്പോഴേക്ക് അടുത്ത വിഷയങ്ങളിൽ കേരളത്തിലെ മുഴുവൻ മനുഷ്യന്മാരോടും പാലക്കാട്ടുകാരാണോ അയ്യേ എന്ന് പറയുന്ന തരത്തിലേക്ക്, നാണിപ്പിക്കുന്ന തരത്തിലേക്ക് പാലക്കാടിനെ മാറ്റിയെടുത്തു. ഇവിടെ ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. കാരണം
കേരളം മുഴുവൻ മാറി 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 ചർച്ച ചെയ്ത വിഷയമാണ്. ഇത്തരത്തിലുള്ള ഒരു സൈക്കോപാത്തിനെ വിജയിപ്പിച്ചു വിട്ടതിന്റെ പേരിൽ പാലക്കാട്ടുകാർ നാണിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി പാലക്കാടിന്റെ വികസന ചരിത്രം ഒന്ന് എടുത്തു നോക്ക്. ഇവിടെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ അദ്ദേഹം MLA ആയിരിക്കുന്ന സമയത്ത് പാലക്കാടിന് ഒരു മെഡിക്കൽ കോളേജ് വന്നു. ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് ആ പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ തെരുവിൽ സമരം ചെയ്തത്. എന്തിനായിരുന്നു സമരം ചെയ്തത്? ഞങ്ങൾക്കൊരു പ്രാക്ടിക്കൽ എക്സാം പോലും നടത്തുവാനായിട്ട് സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം അത് പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. അവിടെ ഒരു പ്രസവത്തിനുള്ള ഒരു ലേബർ റൂം പോലും ഇല്ലാത്ത സാഹചര്യം. ഇന്നും വലിയ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം, ഈ കോയമ്പത്തൂർ തൃശ്ശൂർ ബൈപ്പാസ് ഹൈവേ പോകുന്നതിന് അടുത്തായിട്ടാണ് മെഡിക്കൽ കോളേജ് ഉള്ളത്. വാളയാർ മുതൽ വടക്കഞ്ചേരി വരെയുള്ള ഭാഗത്ത് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ പോലും ഇന്ന് ക്രിട്ടിക്കൽ കെയറിന് വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ടി വരുന്നത് ഒന്നെങ്കിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ തൃശ്ശൂർ, ഈ 2 ജില്ലയിലേക്കാണ് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോഴും ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പാലക്കാട്ടുകാരെല്ലാം അവരുടെ പ്രധാന ഫംഗ്ഷനുകളെല്ലാം നടത്തിരുന്ന പാലക്കാട് ടൗൺ ഹാൾ, ആ ടൗൺ ഹാൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ MLA ഇരിക്കുന്ന കാലഘട്ടത്തിൽ പൊളിച്ചിട്ടതാണ്. ഇന്നും അവിടെ ഒരു ചെങ്കല്ല് പോലും എടുത്തു വെക്കാനായിട്ട് കോൺഗ്രസിന്റെ പിന്നീട് വന്ന MLAക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ പാലക്കാട്ടുകാരുടെ വികസനത്തെ മുടക്കി മുടക്കി വിട്ടുകൊണ്ട് ഇവിടെ പാലക്കാട് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്ക് നിർമ്മിച്ചു എന്നൊക്കെ പറഞ്ഞു. ധാരാളം കായിക പ്രതിഭകളെ വളർത്തിയ മണ്ണാണ് പാലക്കാടിന്റെ മണ്ണ് എന്ന് പറയുന്നത്. ആ സിന്തറ്റിക് ട്രാക്കിനകത്ത് കുട്ടികൾക്ക് വസ്ത്രം മാറുന്നതിനുള്ള ഒരു ട്രയൽ റൂം പോലും അവിടെ പ്രവർത്തിക്കുന്നില്ല. അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വട്ടം കൂടി നിന്നുകൊണ്ടാണ് പലരും വസ്ത്രങ്ങൾ മാറുന്നത്, നമ്മുടെ കായിക താരങ്ങൾ. ഇനി പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം ഒരു ഭ്രാന്താലയം കണക്കെ കിടക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി, അതിനൊരു ശാപമോക്ഷം ലഭിക്കുന്നില്ല. ഇന്നും നിങ്ങൾ കാലത്ത് ഒരു 7 മണിയോടുകൂടി പാലക്കാട് കോട്ട മൈതാനത്തിന്റെ പരിസരത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് കോയമ്പത്തൂരിലേക്ക് പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു നല്ല ഒരു പ്രൊഫഷണൽ കോളേജ് പാലക്കാട് നമുക്ക് എന്തുകൊണ്ട് തുടങ്ങാനായിട്ട് സാധിക്കുന്നില്ല? പാലക്കാട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അയൽ സംസ്ഥാനത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്നു. ഇതിൽ നമ്മുടെ സ്റ്റേറ്റ് എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം കാണാത്തത്? ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ജനങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം നിയമസഭയിൽ ചോദിക്കേണ്ട MLA തലയിൽ മുണ്ടിട്ടുകൊണ്ട് പാതിരാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണുള്ളത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം പാലക്കാട്ടുകാർക്ക് വരുത്തി വെച്ചത് ആരാണ്? ഇതിന് പാലക്കാട്ടെ ജനങ്ങളോട് തീർച്ചയായും മറുപടി പറഞ്ഞേ മതിയാവൂ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ജനങ്ങൾക്ക് ഇതിന് ഉത്തരം ലഭിച്ചേ മതിയാവും. അത് അദ്ദേഹം ഇപ്പോഴും MLA ആണ്. എന്താണ് ഇനിയിപ്പോൾ കേവലം കുറഞ്ഞ മാസങ്ങൾ മാത്രം ഉള്ളത് കൊണ്ടാണോ BJP ആദ്യമൊക്കെ വലിയ പ്രതിഷേധം? BJPയുടെ ഭാഗത്തു നിന്ന് സമരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങോട്ട് കാല് കുത്തിക്കില്ല എന്ന് വരെയുള്ള രീതിയിൽ സംഘടനകൾ ഇറക്കാൻ വന്നിരുന്നു. അല്ല, ഇതിനകത്ത് വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാവും, പ്രതിഷേധിക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് അദ്ദേഹം ഈ പാലക്കാട് വന്ന് 3-4 മാസങ്ങളാണ് അദ്ദേഹത്തിന് MLA ആയിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചത്. ഇപ്പോ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഏതാണ്ട് 1 വർഷവും 3-4 മാസം, ഏതാണ്ട് 15 മാസത്തിലധികമായി അദ്ദേഹം MLA ആയിട്ട്. ഈ പാലക്കാട്ടുകാർക്ക് ചെയ്തു കൊടുത്ത ഏതെങ്കിലും ഒരു സിംഗിൾ പ്രൊജക്ട് അദ്ദേഹത്തിന് കാണിച്ചു തരാനായിട്ട് സാധിക്കും? അദ്ദേഹം ചെയ്ത പ്രൊജക്ടുകൾ മറ്റു പലതും ഉണ്ട്, അത് പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല, കാരണം അത് പുറത്തു പറയാൻ പറ്റാത്ത പ്രൊജക്ടുകളാണ് അദ്ദേഹം പലതും ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പാലക്കാട്ടുകാരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സുഖത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല, പാലക്കാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി ഒരു MLA എന്ന തരത്തിൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ജനങ്ങൾക്ക് മുമ്പിൽ പറയാനായിട്ട്, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് ചെല്ലാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവും. ആ വിഷയത്തിൽ രാഹുലിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉയർന്നു വന്നതിന്റെ തൊട്ടടുത്ത നിമിഷം മുതൽ ഇന്നീ നിമിഷം വരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി ഇവിടുത്തെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സമാധാനത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈക്കോപാത്തിനെതിരെ സമരം നടത്തിയ ഒരേ ഒരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇനിയും പരാതികൾ വരുമെന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. അല്ലെ, അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പിന് ഇനിയും പരാതികൾ വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഇവിടെ വലിയ PR വർക്കും അദ്ദേഹത്തിന്റെ PR ടീമിനെയും സൈബർ ടീമിനെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
ഫ്രണ്ട്സ് സിനിമയിൽ ശ്രീനിവാസനെ എങ്ങനെയാണോ വെളുപ്പിക്കാൻ ശ്രമിച്ചത് അതിന്റെ 10 ഇരട്ടിയിലധികമായിട്ടാണ് ഇവിടെ വെളുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അദ്ദേഹത്തിനെ. പക്ഷെ നിങ്ങൾ എത്രയൊക്കെ തേച്ചൊരച്ച് വെളുപ്പിച്ചാലും എത്രയൊക്കെ തന്നെ പുട്ടിയിട്ട് അദ്ദേഹത്തിനെ മാറ്റിയെടുക്കുന്നു എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം ബോധ്യമുണ്ട്. ഇന്ന് ഈ നിമിഷം വരെയായിട്ട് രാഹുലിനെതിരായ ഈ പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ അതൊന്നും തൻ്റെതല്ല എന്ന് തള്ളിപ്പറയുവാനായിട്ട് അദ്ദേഹം തയ്യാറുണ്ടോ? എത്ര മാധ്യമങ്ങളാണ് ആവർത്തിച്ച് ചോദിച്ചു. ആ വോയിസ് നോട്ടുകൾ, പുറത്തു വന്ന വോയിസ് നോട്ടുകൾ എല്ലാം രാഹുലിൻ്റെതല്ലേ എന്ന് ചോദിച്ച സമയത്ത് അത് തൻ്റെതല്ല എന്ന് പറയാനായിട്ട് തയ്യാറായിട്ടില്ല. അന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് AI വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വന്നതാണെന്ന്. അങ്ങനെ AI വിദ്യ ഉപയോഗിച്ച വോയിസ് നോട്ടുകൾ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ചെങ്കിലും മാനം ബാക്കിയുണ്ടെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കായിരുന്നു. അതും അവർ ചെയ്തിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്തൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാലും ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ സാധിക്കും എന്നുള്ള ഒരു മനസ്സിനകത്തുള്ള ഒരു കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തെയും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ആളുകളുടെയും മനസ്സിനകത്തുള്ളത്. പക്ഷെ അതൊന്നും വിലപ്പോവില്ല. ഈ നാട്ടിലെ ജനങ്ങൾ സത്യം തിരിച്ചറിയുക തന്നെ ചെയ്യും. പെണ്ണിന്റെ മാനത്തിന് നേർക്ക് ഒരാള് കാർക്കിച്ച് തുപ്പിയിട്ടുണ്ടെങ്കിൽ അവനെ എങ്ങനെയാണ് അതിനുള്ള മറുപടി കൊടുക്കേണ്ടതെന്ന് വ്യക്തമായി തന്നെ കേരളത്തിലെ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. അതായത് ഇപ്പോൾ BJP അടക്കം ഈ തെരഞ്ഞെടുപ്പിലും യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവമോർച്ച അടക്കമുള്ളവർക്ക് വലിയൊരു പ്രാധാന്യം നൽകുമെന്നൊക്കെ പറയുന്നു. താങ്കളൊക്കെ അതിന്റെ വക്താവായിരുന്ന ഒരാളാണ്. അങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഒരു പ്രവേശനം. നേരത്തെ സംഘപരിവാർ പോലെയുള്ള അല്ലെങ്കിൽ RSS പോലെയുള്ള വേദികളിൽ ഉണ്ടായിട്ടെങ്കിൽ പോലും നേരെ താങ്കളെ ഈ ജില്ലാ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിൽ അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചിലരൊക്കെ അത് പ്രകടമാക്കിയിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പോയോ? BJP-യിലെ പാലക്കാട് വിഷയങ്ങളൊക്കെ മാറിയോ? ഇതിനകത്ത് ഇത്രത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടി ലോകത്ത് തന്നെ വേറെ ഉണ്ടാവില്ല. കാരണം ഞങ്ങളുടെ ഉള്ളിലുള്ള എന്തൊക്കെ തന്നെയുള്ള തർക്കങ്ങളോ വിഷയങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ എല്ലാം പാർട്ടിയുടെ പറയേണ്ട ഫോറത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പിന്നീട് പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, യുവാക്കൾക്ക് ഇത്രത്തോളം പ്രാധാന്യം നൽകുന്ന വേറൊരു പാർട്ടി ലോകത്ത് ഏതാണുള്ളത്? 35 വയസ്സിൽ ഒരു ദേശീയ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എന്നുള്ള ചുമതലയാണ് BJP എനിക്ക് തന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഒരു 35 വയസ്സുള്ള പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ഇല്ല എന്നുള്ളതാണ് BJP ഞാൻ മനസ്സിലാക്കുക. കേരളത്തിനകത്തോ തമിഴ്നാടിനകത്തോ ഇല്ല, മറ്റു സംസ്ഥാനങ്ങൾ എനിക്കറിയില്ല. എന്നാലും ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്തു നോക്കിയാലും സംഘടനാപരമായ ചരിത്രം എടുത്തു നോക്കിയാലും BJP യുവാക്കൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട് ധാരാളം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അവസരങ്ങളുടെ ഒരു കലവറയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത്. യുവാക്കൾ എന്ന് പറഞ്ഞു വെച്ചാൽ 50 വയസ്സ് കഴിഞ്ഞിട്ടും ഇന്നും പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് ഞാൻ ഒരു യുവാവിനെ പ്രതിപക്ഷ നേതാവാണ്, ഭാവി പ്രധാനമന്ത്രിയാണെന്ന് പറയുന്ന യുവാക്കളല്ല. ഇവിടെ കൃത്യമായിട്ട് BJP-യുടെ മണ്ഡലം പ്രസിഡന്റുമാരെല്ലാവരും 45 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. എന്തിനേറെ പറയണം, ഞങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷന്റെ പ്രായം ഭാരതീയ ജനതാ പാർട്ടി രൂപീകൃതമായതിന് ശേഷം ജനിച്ച ഒരാളാണെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ട് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ എത്ര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്രത്തോളം യുവാക്കളായിട്ടുള്ള അധ്യക്ഷന്മാരെ അവർക്ക് കൊടുക്കാൻ സാധിക്കും? അതുകൊണ്ട് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ധാരാളം അവസരങ്ങൾ നൽകുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞാൻ 31 വയസ്സിലുള്ള സമയത്ത് BJP-യിൽ വന്ന് കേവലം 1 വർഷം പോലും തികയുന്നതിന് മുന്നെയാണ് BJP എനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവസരം കഴിഞ്ഞാണ് തന്നത്. പാലക്കാട്ടേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദങ്ങൾ ഉണ്ടായിരുന്നു. മന്ത്രി ഇവിടെ വന്നുകൊണ്ട് തന്നെ പറയുകയുണ്ടായി, ഈ കോർപ്പറേഷൻ സഹകരിക്കുന്നില്ല, പല കാര്യങ്ങളും സഹകരിക്കുന്നില്ല, വൈദ്യുതി നൽകുന്നില്ല, വെള്ളം നൽകുന്നില്ല. ഇത്ര കാലം ആ KSRTC ബസ് സ്റ്റാൻഡ് അങ്ങനെ കിടക്കാൻ കാരണം, അതായത് വർഷങ്ങളോളം ബസ്സുകളൊക്കെ ആ റോഡിലാണ് കിടന്നിരുന്നത്, നമ്മുടെ SP ഓഫീസിലേക്ക് പോകുന്ന വഴിയുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്കൊക്കെ കാരണം BJP ആണ്. എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ പാലക്കാട്ടേക്ക് വലിയ വികസനം കൊണ്ടുവരും, അല്ലെങ്കിൽ ഗുജറാത്ത് മോഡൽ നടപ്പിലാക്കുമെന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുകയല്ലേ കോൺഗ്രസ്, ആളുകളെ പറ്റിക്കുകയല്ലേ BJP-യും കോൺഗ്രസും ഒക്കെ ചെയ്ത അതേ പരിപാടി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇവിടെ KSRTC ബസ് സ്റ്റാൻഡ് കാര്യം എടുത്തു കഴിഞ്ഞു വെച്ചാൽ, ആ KSRTC ബസ് സ്റ്റാൻഡ് പണിതതിനു ശേഷം അതിനൊരു ഫയർ NOC പോലും എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണക്കാർക്കുള്ള ഒരു ശുചിമുറി പോലും അതിനകത്തില്ല. ഫീഡിങ്ങിന്, അതായത് കുട്ടികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്ക്, നമുക്കറിയാം ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും ഫീഡിങ് റൂം സൂചന, മുലയൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീഡിങ് റൂമിന് പോലും കാശ് വെച്ചുകൊണ്ട് പിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മുനിസിപ്പാലിറ്റി
ആ KSRTC ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തടഞ്ഞു വെച്ചിട്ടില്ല. അതിനകത്ത് അതൊരു അനധികൃത കെട്ടിടം എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്ന ഒരു ഫയർ എൻഒസി എടുക്കാത്ത കെട്ടിടമായിരുന്നു അത്. അതിനകത്ത് ധാരാളം വയലേഷൻസ് ഉണ്ട്. ആ വയലേഷൻസ് കാരണം ഇവർക്ക് പല സർട്ടിഫിക്കറ്റുകളും പല വകുപ്പുകളിൽ നിന്നും ലഭിക്കുന്നില്ല. ഇത് BJPയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള വികസനത്തിനെ മുടക്കുന്ന ശ്രമമാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഈ KSRTC ബസ് സ്റ്റാൻഡ് വന്നതിന് ശേഷവും ഇപ്പോഴും ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന എവിടെയാണ്? പുറത്ത് റോഡിനകത്താണ്, റോഡിലാണ് പാർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡിനകത്ത് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ അവർക്ക് ആവശ്യമായ പ്ലാൻ പൊളിഞ്ഞു എന്നാണ് അവർ ഉദ്ദേശിച്ച പ്ലാൻ നടന്നില്ല, പൊളിഞ്ഞു. അല്ല, അതിനകത്ത് ആ ഒരു കെട്ടിടം നോക്കിയാൽ മതി. അതിനകത്ത് ഫയർ എൻഒസി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചു. ഇവിടെ എടുത്ത് പരിശോധിച്ച് നോക്കട്ടെ. അതിനകത്ത് ധാരാളം വയലേഷൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു കാര്യങ്ങളും മുനിസിപ്പാലിറ്റിക്കായിട്ട് തടസ്സപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. അതിനകത്ത് പെർമിഷൻ എടുക്കേണ്ട നിരവധി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പെർമിഷൻ എടുക്കാതെ അതിനെ അവിടെ അട്ടിമറിക്കപ്പെട്ടിട്ട് അവിടെ ശുചിമുറി തുറന്നു കൊടുത്തിരുന്നില്ല. സാധാരണക്കാരായ ആളുകൾക്ക് ഒരു മൂത്രശങ്ക വരുന്ന സമയത്ത് എവിടെ പോയിട്ട് മൂത്രമൊഴിക്കാനായിട്ട് സാധിക്കും? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള വയലേഷൻസും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ട് അവിടെ സാധാരണക്കാരന്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടത്തി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുത്തിക്കൊണ്ട് എന്നിട്ട് BJP വികസനത്തെ അട്ടിമറിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥമില്ല. BJP അല്ല, BJPയുടെ പാലക്കാട് നഗരത്തിന്റെ ഭരണസമിതി അല്ല KSRTC ബിൽഡിംഗ്, ആ ബസ് സ്റ്റാൻഡിന്റെ ബിൽഡിംഗ് പണി കഴിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. MP എങ്ങനെയുണ്ട്? അല്ല, ഇതിനകത്ത് പാലക്കാടിന് MP യെ കുറിച്ച് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് ഇവിടെ പാലക്കാട്ടിലേക്ക് ആദ്യമായിട്ടൊരു വന്ദേ ഭാരത് കിട്ടിയ സമയത്ത് അതിനകത്ത് പോലും 6-4 വലിയ ചിരിച്ചു നിൽക്കുന്ന ഒരു ക്ലോസപ്പ് പടം കൊണ്ട് ഒട്ടിച്ചു വെച്ച ആളെ കുറിച്ച് ഇതിൽ കൂടുതലൊന്നും പറയാൻ ഇല്ല. എന്റെ പണ്ടെന്തോ ഒരു പറയണ്ട, എന്താണ് അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കുന്ന പുള്ളി അർദ്ധരാത്രി ഒന്നുമല്ല, സന്ധ്യ ആകുമ്പോഴേക്ക് കൊടയും പിടിച്ച് അവിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു MP യെ കൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് MP എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഒരു കെട്ടിടത്തിന്റെ ഒരു ചെറിയൊരു പോർഷൻ ബസ് ടെർമിനലിനുള്ള ഒരു ഫണ്ട് അദ്ദേഹം പണി കഴിപ്പിച്ചു. അവിടെ അതിനകത്ത് അദ്ദേഹത്തിന്റെ പേര് വെച്ച ബോർഡിന് വേണ്ടി മാത്രം ചെലവാക്കിയ തുകയുണ്ടെങ്കിൽ വേറെ 3 ബസ് വെയിറ്റിംഗ് ഷെഡ് കെട്ടാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള അല്പന്മാരായിട്ടുള്ള ആളുകൾ ഒരു വശത്ത് നിൽക്കുന്നു. പിന്നെ ഈ പറയുന്ന ആളുകൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇടപെട്ടുകൊണ്ട് നിരവധി പദ്ധതികൾ, ഇപ്പൊ പാർലമെന്റിനകത്ത് അദ്ദേഹം പോകുന്നുണ്ട്, നിരവധി പദ്ധതികൾ നമുക്ക് പാലക്കാട്ടിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാലക്കാട്ടെ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ആശ്രയിക്കുന്നത്, ഉന്നത വിദ്യാഭ്യാസത്തിന് ആശ്രയിക്കുന്നത് ഇന്നും കോയമ്പത്തൂരിനെയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പാലക്കാടിനെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യയുടെ ഒരു ഹബ്ബാക്കി മാറ്റുവാനായിട്ട് ഇവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇനി 2 കൽപ്പാത്തി രഥോത്സവമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇന്നും കൽപ്പാത്തിയിലെ സംഗീതോത്സവം ലോകമെമ്പാടുമുള്ള ആളുകൾ കാണാൻ വരുന്നതാണ് കൽപ്പാത്തി രഥോത്സവം. ഇന്നും കൽപ്പാത്തിയിലെ സംഗീതോത്സവം, കൽപ്പാത്തി രഥോത്സവത്തിന് മുന്നേ നടക്കുന്ന സംഗീതോത്സവത്തിന് സ്ഥിരമായിട്ടൊരു വേദി പോലും ഇല്ല. താൽക്കാലിക വേദിയിലാണ് അവിടെ കൽപ്പാത്തി സംഗീതോത്സവം നടക്കുന്നത്. ഇത്ര കാലമായിട്ട് അദ്ദേഹം 2ാമത്തെ ടേമാണ് ഇവിടെ MP ആയിട്ട് തുടരുന്നത്. എന്തേ? കേന്ദ്ര ഗവൺമെന്റുമായി ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ലേ? അപ്പൊ ഇത്തരത്തിൽ പാലക്കാട്ടുകാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെട്ട പരിഹാരം കാണുവാനായിട്ട് ഇവരാരും അതിനാവശ്യമായ റിസ്ക് എടുക്കുന്നില്ല. ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് ഒരു പദ്ധതിയുണ്ട്, 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാ ജില്ലകളിലും, ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ പാലക്കാട്ടുകാർക്ക് അഭിമാനത്തോടു കൂടി നമ്മുടെ പാലക്കാടൻ ചിപ്സ്, ആ ഒരു പ്രോഡക്റ്റിനെ എടുത്തുകൊണ്ട് വേൾഡ് വൈഡ് നമുക്ക് അതിനുവേണ്ട പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് പാലക്കാട്ടെ ധാരാളം ആളുകൾക്ക് ബിസിനസ് രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് അതിനാവശ്യമായ ശ്രമങ്ങൾ ഇവർ എടുക്കുന്നില്ല? ഇനി പോട്ടെ, പാലക്കാട്ടുകാർ എന്ന് അറിയപ്പെടുന്നത് തന്നെ നെല്ലറയുടെ നാട് എന്നുള്ള രീതിയിലാണ്. പാലക്കാടൻ റൈസ് എന്നുള്ളതൊരു ബ്രാൻഡാക്കി മാറ്റിക്കൊണ്ട് പാലക്കാടിന് ഒരു റൈസ് ഹബ്ബാക്കി മാറ്റാൻ പറ്റും, റൈസ് ബോളായിട്ട് മാറ്റാൻ പറ്റും പാലക്കാടിനെ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എന്തൊക്കെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ മാംഗോ സിറ്റി അല്ല, മുതലമട മാംഗോ സിറ്റി ധാരാളം കിടക്കുന്നുണ്ട്. ഇനി പാലക്കാട് MP യെ കുറിച്ച് പറയുന്ന സമയത്ത് അത് തൊട്ട ലോക്സഭാ മണ്ഡലമായതുകൊണ്ട് ഞാൻ അതിനകത്ത് കടക്കാതിരുന്നതാണ്. ഇങ്ങനെ ധാരാളം അവസരങ്ങളുണ്ട്. പാലക്കാട് ജില്ലയ്ക്കകത്ത് തന്നെ വരുന്നത് മാംഗോ സിറ്റി, തൊട്ട മറ്റേ നിയമസഭാ മണ്ഡലത്തിലും MP ഉണ്ട്. അപ്പൊ ഇതൊന്നും ഇവരെ ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഇതൊക്കെ മറക്കാൻ വേണ്ടിയാണോ ഈ പറഞ്ഞ പോലെ തന്നെ ബസ് സ്റ്റാൻഡിലെ ഈ പേര് വിവാദം, അതായത് BJP നേതാക്കളുടെ പേര് വെക്കുന്നതിലൊക്കെ
അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി അതിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് അല്ല, ഇവിടെ ഒരു ബഡ് സെന്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരായിരിക്കും അതിനെക്കുറിച്ച് അതെ, പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതെ. ഇവിടെ ഇവർക്ക് വികസനങ്ങളൊന്നും എടുത്ത് കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ BJP-യുടെ നേതൃത്വത്തിലുള്ള വികസനങ്ങൾ നടക്കുന്ന സമയത്ത് അതിലെ പേരിനെ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളെ കാണിച്ചുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ വികസനത്തെ മറച്ചു വെക്കുവാനാണ് പാലക്കാടിന്റെ MP-യും MLA-യും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പാലക്കാട് നഗരത്തിലുള്ള ആളുകൾക്ക് കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരാനായിട്ട് പോകുന്നുണ്ട്. കഞ്ചിക്കോട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. ഏതാണ്ട് 2035 ഇപ്പൊ 10 വർഷം കൊണ്ട് പാലക്കാട് നഗരം എന്നുള്ളത് ഇപ്പൊ കാണുന്ന 5 കിലോമീറ്റർ റേഡിയസ് മാറിയിട്ട് ഏതാണ്ട് 15-20 കിലോമീറ്റർ ചുറ്റളവിലേക്ക് പാലക്കാട് നഗരം വ്യാപിക്കപ്പെടും. ഇവിടുന്ന് ഇപ്പോ ടൗണിന്റെ ഒരു എൻഡ്, ഒരു ടൗണിന്റെ സെന്ററിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ 5 കിലോമീറ്റർ കഴിഞ്ഞാൽ എൻഡ് ആവുന്നുണ്ടെങ്കിൽ 2035 ആവുന്ന സമയത്ത് ഈ ടൗൺഷിപ്പ് ഒരു 10 കിലോമീറ്റർ കൂടെ വ്യാപിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നതോടുകൂടി പുതിയ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വ്യാപാരമായിട്ടും തൊഴിലായിട്ടും അനുദിനം വന്നു പോകുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ വർധനവാണ് വരാനായിട്ട് പോകുന്നത്. അങ്ങനെ വിഷൻ 2035 എന്നുള്ള കാഴ്ചപ്പാടിനെ വെച്ചുകൊണ്ട് എന്തൊക്കെ പ്രൊജക്റ്റുകളാണ് അവിടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി കഞ്ചിക്കോട് വരുമെന്നുണ്ടെങ്കിൽ അവിടേക്ക് വരുന്ന വ്യാവസായിക ആവശ്യങ്ങൾക്കാണെങ്കിലും കച്ചവട ആവശ്യങ്ങൾക്കാണെങ്കിലും വരുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമായ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതിനാവശ്യമായ ബസ് സ്റ്റാൻഡ് ഫെസിലിറ്റി, അതിനാവശ്യമായ ഭക്ഷണം കഴിക്കുന്നതിന് ആവശ്യമായ ഹോട്ടലാണെങ്കിലോ മറ്റു വ്യാപാര സ്ഥാപനങ്ങളോ, ഇതെല്ലാം 2035 ഏത് തലത്തിലേക്ക് പാലക്കാട് മാറണം എന്നുള്ള തലത്തിൽ ചിന്തിക്കുവാനോ അല്ലെങ്കിൽ പാലക്കാടിന്റെ മുഖച്ഛായ മാറ്റുന്ന ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുവാനോ എന്തുകൊണ്ട് ഇവിടുത്തെ MLA-ക്കും MP-ക്കും സാധിക്കുന്നില്ല എന്നത് ജനങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്. ഇവിടെ ഈ റെയിൽവേയിൽ പോലും കാര്യമായിട്ട് വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോ BJP-ക്ക് അത് സാധിക്കുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ആവശ്യപ്പെടാമല്ലോ, MP-ക്ക് സാധിക്കുള്ളൂ. ഈ രണ്ട് കാര്യത്തിൽ ഞാൻ മറുപടി പറയാം. പാലക്കാടിന്റെ റെയിൽവേ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ 2-3 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ഇപ്പോ പാലക്കാട് വഴി ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അനുവദിച്ചു തന്നത്. എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ്. അതിനു വേണ്ടിയിട്ട് പാലക്കാട് നിന്ന് വിജയിച്ചു പോയ MP-യുടെ ഭാഗത്ത് നിന്ന് എന്ത് എഫേർട്ടാണ് ഉണ്ടായിട്ടുള്ളത്? ഇവിടുന്ന് കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടതിന് പ്രകാരം BJP-യുടെ സംസ്ഥാന ഘടകവും ജില്ലാ ഘടകവും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. 2, പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ. ഈ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ പറളി ഈ റൂട്ടിനിടയിൽ ഒരു പുതിയ റെയിൽ ബൈപ്പാസ് അനുവദിച്ചിരിക്കുകയാണ്. അത് പാലക്കാട്ടുകാർ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്. അത് യാഥാർത്ഥ്യമാവുന്നതോടുകൂടി പാസഞ്ചർ ട്രെയിനുകൾക്ക് ഏതാണ്ട് ഒരു 30-40 മിനിറ്റ് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. ഗൂഡ്സ് വണ്ടികൾക്ക് അത് 1 മണിക്കൂറിലധികം സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. ഇത് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് സാധ്യമായത് ഇവിടെ നിന്ന് നമ്മൾ ഇടപെടണം. എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ജയിച്ചു പോയ MP-മാർ അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ MLA അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നില്ല? ഇവിടെ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലെ പിറ്റ് ലൈൻ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാവാറായി. അത് പൂർത്തിയാവുന്നതോടുകൂടി പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ വഴി പുതിയ ട്രെയിനുകൾക്ക് അവിടെ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. പുതിയ ട്രെയിനുകൾ അനുവദിച്ച് തരാനുള്ള സാധ്യതകൾ. കാരണം കോവിഡിന് സമയത്ത് നിർത്തിവെച്ച, അല്ലെങ്കിൽ പൊള്ളാച്ചി പാത നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർത്തിവെച്ച ഒരുപാട് ട്രെയിനുകൾ ഇല്ല എന്നുള്ളത്. അല്ല, അതെല്ലാം സാധ്യമാവുന്നതിനും കൂടെ ഗുണകരമായി കണ്ടുകൊണ്ടാണ് ഈ പാലക്കാട് പിറ്റ് ലൈൻ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. പിന്നെ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി. ഈ കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് അന്ന് ഇവിടെ നിന്ന് വിജയിച്ചു പോയ ആളുകള് വലിയ രീതിയിലുള്ള ഉദാസീനതയാണ് ഇവിടുത്തെ MP-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന അന്നത്തെ കാലത്ത്. ഈ കോച്ച് ഫാക്ടറിക്ക് അന്ന് ഒരു തറക്കല്ലിടൽ കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ തരത്തിലുള്ള ഇടപെടലുകളും ഇവിടുന്ന് MP-മാർ ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ആവശ്യമായ ട്രെയിനുകൾക്ക് ആവശ്യമായ കോച്ചുകളെല്ലാം തന്നെ റായ്ബറേലിയിൽ കോച്ച് ഫാക്ടറി ഉണ്ട്. ആ 2 കോച്ച് ഫാക്ടറിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഈ കോച്ചുകളെല്ലാം ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് ഇനി പുതിയതായിട്ട് അതിനാവശ്യമായിട്ടുള്ളത് വരുന്നില്ല. അന്ന് ആ സമയത്ത് ഇവിടെ നിന്നുണ്ടായിരുന്ന MP-മാരും MLA-മാരും ആ കോച്ച് ഫാക്ടറി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്ത് സ്റ്റെപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? പാലക്കാട്ടെ ജനങ്ങളോട്, അതായത് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുകയാണ്, യുവ നേതാവ് എന്ന നിലയിലേക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? മറ്റൊരു രണ്ടാമത്തെ ചോദ്യം, പാലക്കാട് താങ്കളോ അല്ലെങ്കിൽ ആരോ X or Y മത്സരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു തരും എന്ന് പറയാനാകുന്ന പദ്ധതികൾ ഏതൊക്കെയായിരിക്കും? ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഞങ്ങൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ സൂചിപ്പിച്ചു, കാലങ്ങളായിട്ട് ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 1, ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല.
അത് BJP വിജയിക്കുകയാണെങ്കിലും പരാജയപ്പെടുകയാണെങ്കിലും ഒക്കെ തീർച്ചയായും അതിനകത്ത് ഒരു ആര് ജയിക്കുന്നു പരാജയപ്പെടുന്നു എന്നുള്ളത് വിഷയമേ അല്ല. മറിച്ച് ഇവിടെ ഒരു ഡെവലപ്മെന്റ് വേണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഒരു മാറ്റം പാലക്കാട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. 2, ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് 12 നിയോജക മണ്ഡലം അടങ്ങുന്ന ഒരു വലിയ ജില്ലയായ പാലക്കാട് ആശ്രയിക്കുന്ന പാലക്കാട് മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജ് ഇന്നും ഫുൾ ഫ്ലെഡ്ജഡ് അല്ല. അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പാലക്കാട് മെഡിക്കൽ കോളേജ് ആരോഗ്യകരമായ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ആ പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ വലിയ മാറ്റം വരേണ്ടിയിട്ടുണ്ട്. 3, പാലക്കാട് നമുക്കറിയാം കലോത്സവമായാലും സംസ്ഥാന കായികമേളയായാലും സംസ്ഥാന ശാസ്ത്രമേളയായാലും ഈ എല്ലാ മേഖലയിലും പാലക്കാട്ടെ വിദ്യാർത്ഥികൾ എന്നും മറ്റു ജില്ലകളെക്കാൾ വലിയ രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ല തന്നെയാണ്. ചില സാഹചര്യം കൊണ്ട് ചിലപ്പോൾ കലോത്സവത്തിൽ 1-ാം സ്ഥാനം എത്താൻ സാധിച്ചില്ലെങ്കിലും ചെറിയ പോയിന്റ് വ്യത്യാസത്തിലാണ് 2-ാം സ്ഥാനത്തോ 3-ാം സ്ഥാനത്തോ എത്തുന്നത്. അങ്ങനെ പാലക്കാട്ടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അത് സംസ്ഥാന കായികമേളയായാലും ശാസ്ത്രമേളയായാലും കലോത്സവമാണെങ്കിലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുത്തുകൊണ്ട് അങ്ങനെ വിദ്യാർത്ഥികൾക്ക് വലിയ മുന്നേറ്റം പാലക്കാടിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാകും. 4, ഞാൻ പറഞ്ഞു പാലക്കാടിനെ ഒരു കേരളത്തിന്റെ റൈസ് ബൗൾ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൗത്തിന്റെ ഇന്ന് കേരളത്തിലേക്ക് അരി വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ശരിക്കും ആന്ധ്രാപ്രദേശിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള നെല്ല് നമുക്ക് കേരളത്തിൽ കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ പല ഘട്ടത്തിലെ പല ഇടപെടലുകൾ കൊണ്ടും അതിന് ആവശ്യമായ പ്രാധാന്യം നൽകാത്തത് കൊണ്ടും വലിയ രീതിയിൽ പിന്നോക്കം പോയിട്ടുണ്ട്. ഒരു പാലക്കാടിനെ ഒരു റൈസ് ബൗൾ ആക്കി മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പിന്നെ നമ്മൾ ബോധപൂർവമാണോ അല്ലാതെയോ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. പാലക്കാടിനോളം ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒരു ജില്ല കേരളത്തിൽ തീർച്ചയായും ഇവിടെ കൊല്ലങ്കോട് ഈ കഴിഞ്ഞ ദിവസമാണ് ലോക ശ്രദ്ധ തന്നെ നേടുവാനായിട്ട് സാധിച്ചു. കൊല്ലങ്കോട്, മലമ്പുഴ, സൈലന്റ് വാലി, പറമ്പിക്കുളം. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അട്ടപ്പാടി, മലമ്പുഴ, കൊല്ലങ്കോട് ഇത് 3നെയും ക്ലബ് ചെയ്തുകൊണ്ട് നമുക്ക് ടൂറിസത്തിന്റെ വലിയ ഒരു കേന്ദ്രമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ യാതൊരുവിധ പ്രൊമോഷനും കൊടുക്കാതെ ഇന്ന് പാലക്കാടിന്റെ നിരവധി ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട്. പാലക്കാടിനകത്തുള്ള ഇത്തരം ഹിഡൻ സ്പോട്ടുകളെല്ലാം പ്രൊജക്ട് ചെയ്തുകൊണ്ട് ടൂറിസം മേഖലയിൽ പാലക്കാടിനെ ഡെവലപ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ റവന്യൂ എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിന്റെ എത്രയോ അപ്പുറത്താണ്. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾക്ക്, കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക്, ഹോട്ടലുകൾക്ക്, ടാക്സി ഓടിക്കുന്ന ആളുകൾക്ക്, ഗൈഡായിട്ട് പോകുന്ന ആളുകൾക്ക്, റൂം സർവീസുകളായിട്ട് കൊടുക്കുന്ന ആളുകൾക്ക്, അങ്ങനെ ധാരാളം സമസ്ത മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ടൂറിസത്തിന്റെ കാര്യത്തിൽ പാലക്കാട് സാധിക്കും. നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ആണ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ടൂറിസം മേഖലയിലേക്ക് പാലക്കാടിനെ വലിയ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഇവിടുത്തെ ആളുകൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള രംഗത്ത് വലിയ രീതിയിലുള്ള ഇടപെടലുണ്ടാവും. ഇത്തരത്തിൽ 8-10 പ്രൊജക്ടുകൾ വളരെ വിശദമായി തന്നെ മുൻകാലഘട്ടങ്ങളിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ ആളുകൾ ബോധപൂർവമോ അല്ലാതെയോ അവഗണിച്ച വിഷയങ്ങളിൽ നമ്മൾ പണ്ടുള്ളവർ പറഞ്ഞ പോലെ സ്വർണ്ണപ്പെട്ടി തകര നാണയങ്ങൾ ഇട്ടുവെക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ പാലക്കാട് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് അത് കാർഷിക മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും ടൂറിസം മേഖലയായാലും കച്ചവട മേഖലയിലാണെങ്കിലും വ്യവസായ മേഖലയിലാണെങ്കിലും ഇത്രത്തോളം സ്കോപ്പുള്ള മറ്റൊരു ജില്ല കേരളത്തിലില്ല. അങ്ങനെ കേരളത്തിലെ എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റാവുന്ന രീതിയിൽ പാലക്കാടിനെ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ BJPയുടെ ഭാഗത്തുനിന്ന് വലിയ ശ്രമങ്ങൾ ഉണ്ടാവും. തീർച്ചയായും അങ്ങനെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവസാനമായ ഒരു ചോദ്യം കൂടെ, താങ്കളെ ഈ അധ്യക്ഷനാക്കിയ സംഭവത്തിൽ മറ്റ് പാർട്ടികളൊക്കെ ഒരു ഭയപ്പാടുണ്ടോ? പല ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ഉണ്ട്. താങ്കൾ വലിയ രീതിയിൽ അക്രമാസക്തനാണ്. ഒരു തവണ ഒരു വേളയിൽ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ മുന്നിലേക്ക് എങ്ങാനും പ്രതിഷേധമായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കായികപരമായി നേരിടും എന്ന് വരെയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു പേടിയുണ്ടോ? അല്ല, ഇതിനകത്ത് അങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള സംശയമൊന്നുമില്ല. പിന്നെ
പാർട്ടി ഓഫീസിനകത്തേക്ക് അക്രമമോ എന്ന് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്കറിയാമെന്നാണ് പറഞ്ഞിരുന്നത്. ആ നിലപാടിൽ യാതൊരുവിധ മാറ്റവും. ഇപ്പോ സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള തലത്തിൽ പാർട്ടി ഓഫീസിന് നേരേക്ക് വരുന്ന ആക്രമണങ്ങളെയും പാർട്ടി ഓഫീസിന് അകത്തേക്ക് വരുന്ന പ്രതിഷേധങ്ങളെയും പാർട്ടി ഓഫീസിനെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നത് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഓഫീസ് സംരക്ഷിക്കാൻ ഞങ്ങളുടെ ഓരോ സാധാരണ പ്രവർത്തകർക്കും അറിയാം. പിന്നെ ഇവിടെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ശൈലി. ആ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ അവർ ഏത് ആംഗിളിലാണോ കാണുന്നത് ആ രീതിയിൽ അവർ പ്രതികരിക്കുന്നുണ്ട്. അത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഞങ്ങൾ ശക്തമായ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തെ ജനങ്ങൾക്കും വികസനം എത്തിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, അവശത അനുഭവിക്കുന്ന അവസാനത്തെ ആളെയും ചേർത്ത് നിർത്തി അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി എന്നും ഭാരതീയ ജനതാ പാർട്ടി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു സംഘർഷം പോലും ഇപ്പൊ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അത്രത്തോളം BJP സംബന്ധിച്ചിടത്തോളം ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അധികവും ആളുകളിലേക്ക് ഇങ്ങനെ ഒരു സന്ദേശം നൽകാതെ, അക്രമം എന്നുള്ള സന്ദേശം നൽകാതെ. ആക്രമണം രാഷ്ട്രീയപരമായിട്ടെന്നുള്ള രീതിയിൽ ഏതൊരു മേഖലയിലും അക്രമം കൊണ്ട് ആരും വിജയിക്കുവാനായിട്ട് പോകുന്നില്ല. അവിടെ നമ്മൾ തമ്മിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കേണ്ടത് ആശയപരമായിട്ടാണ്. ആശയങ്ങൾ കൊണ്ടുള്ള സംഘർഷങ്ങളാണ് നടക്കേണ്ടത്, അല്ലാതെ കായികപരമായിട്ടുള്ള സംഘർഷങ്ങളല്ല. ആശയപരമായിട്ട് സംഘർഷങ്ങളും സംവാദങ്ങളും നടത്താൻ ഞങ്ങൾ എല്ലാവരും വെല്ലുവിളിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് ആശയപരമായിട്ടുള്ള സംഘർഷങ്ങൾ നടക്കട്ടെ. അങ്ങനെ പുതിയ പുതിയ എന്താ പറയുക സംശയങ്ങൾ ദൂരീകരിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലത് വരുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങൾ നടക്കട്ടെ. അപ്പോഴല്ലേ യഥാർത്ഥത്തിലുള്ള വികസനം സാധ്യമാവുകയുള്ളൂ. തീർച്ചയായും എന്തായാലും ആശയവും വികസനവും മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അല്പനേരം ഞങ്ങളോട് ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു.